ഹലോ, വെൽക്കം ടു ബൈനറി ബോർഡ്. സോ ഇന്നത്തെ സെക്ഷനിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എക്സ്പ്രഷൻ കൺവേർഷൻ ആൻഡ് ഇവാലുവേഷൻ ആണ്. നമ്മൾ സ്റ്റാക്ക് ഉപയോഗിച്ചിട്ടുള്ള കുറേ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിരുന്നു. സോ വൺ ഓഫ് ദി ആപ്ലിക്കേഷൻ ഓഫ് സ്റ്റാക്ക് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ കൺവേർഷൻ ആൻഡ് ഇവാലുവേഷൻ ആണ്. എന്താണ് ഒരു എക്സ്പ്രഷൻ? എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓപ്പറാൻഡ്സ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് പാരാന്തസിസ്. അപ്പം ഓപ്പറാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ്സ് നമുക്ക് എന്തെന്ന് പറയാം, ഓപ്പറാൻഡ്സ് എന്ന് പറയാം. ലൈക്ക് എ, 5x. ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് സിമ്പിൾ, എന്ത് ഓപ്പറേഷൻ ആണോ നമുക്ക് പെർഫോം ചെയ്യേണ്ടുള്ളത് അതിനെ കുറിക്കുന്ന സിമ്പിൾസിനെയാണ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുക. ദെൻ നമുക്ക് നിങ്ങൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് ഓപ്പറേഷൻസ്. നമുക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിനുള്ള ഓപ്പറേഷൻ നിങ്ങൾ ബോർഡ് മാസ് ഉപയോഗിച്ചിട്ടാണ് ആ ഒരു ഓർഡറിലായിരിക്കും നമ്മൾ പെർഫോം ചെയ്യുക. ഓപ്പറേഷൻസിന്റെ ഓർഡറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാരാന്തസിസ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് എ പ്ലസ് ബി ഇൻറ്റു സി മൈനസ് ഡി എന്ന് പറയുമ്പോഴത്തേക്കും എ, ബി, സി, ഡി എന്നിവ ഓപ്പറാൻഡ്സും ദെൻ പ്ലസ്, സ്റ്റാർ, മൈനസ് എന്നിവ ഓപ്പറേറ്റേഴ്സുമാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഏതൊക്കെ ടൈപ്പ് എക്സ്പ്രഷൻസ് ആണ് ഉള്ളതെന്ന് നോക്കാം. സോ ഇൻഫിക്സ് എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറാൻഡുകൾക്ക് ഇടയ്ക്കായിരിക്കും ആരുണ്ടാവുക, ഓപ്പറേറ്റർ ഉണ്ടാവുക. സോ എക്സാമ്പിൾ എ പ്ലസ് ബി അല്ലെങ്കിൽ എ മൈനസ് ബി, എ ബൈ ബി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എയും ബിയും പെർഫോം ചെയ്യേണ്ടുന്ന ഓപ്പറേഷൻ നമുക്ക് അവരുടെ ആ ഓപ്പറേറ്റർ അവരുടെ മിഡിലായിട്ടായിരിക്കും കൊടുക്കുക. ആൻഡ് സെക്കൻഡ് വൺ ഈസ് പ്രിഫിക്സ് എക്സ്പ്രഷൻ. പ്രിഫിക്സ് എക്സ്പ്രഷനെ നമ്മൾ പോളിഷ് നൊട്ടേഷൻ എന്നും പറയാറുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പറാൻഡിന് മുന്നേ ആയിട്ടായിരിക്കും നമ്മൾ ഓപ്പറേറ്റർ ഇൻക്ലൂഡ് ചെയ്യുക. സോ പ്ലസ് എ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും കൂടി സം ചെയ്യുക അല്ലെങ്കിൽ പ്ലസ് എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുക. ദെൻ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ റിവേഴ്സ് പോളിഷ് നൊട്ടേഷൻ എന്നാണ് പറയുക. ഇവിടെ ആ പേര് പറയുന്നത് പോലെ തന്നെ ഓപ്പറാൻഡ്സിന് ശേഷമായിരിക്കും നമ്മൾ ഓപ്പറേറ്റർ ഏതാണെന്ന് മെൻഷൻ ചെയ്യുക. സോ എ ബി പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്കും എയും ബിയും കൂടി സം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഓപ്പറേറ്റർ അതിന് ശേഷമായിരിക്കും കൊടുക്കുക. ഇനി എന്തിനാണ് നമ്മളിങ്ങനെ എക്സ്പ്രഷൻസിനെ, നമ്മൾ സാധാരണയായിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ള ഇൻഫിക്സ് എക്സ്പ്രഷൻസ് ആണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവരെ പ്രിഫിക്സ് ആയിട്ടും പോസ്റ്റ് ഫിക്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വൽ കമ്പ്യൂട്ടേഷൻ നടക്കുന്നത് ഇങ്ങനെ കൺവേർട്ട് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിട്ടാണ് നമ്മൾ ആക്ച്വൽ കമ്പ്യൂട്ടേഷൻ കുറച്ചുകൂടെ ഈസി ആവുന്നത്. അതായത് ഇപ്പം നിങ്ങളുടെ ഒരു എക്സ്പ്രഷനിൽ എന്തൊക്കെ ഉണ്ടാവും, ഓപ്പറാൻഡുകൾ ഉണ്ടാവും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, പരാന്തസിസുകൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കമ്പോണൻസ് ഉണ്ടാവും. സോ ഇതിൻ്റെ ഓർഡറും പ്രിസിഡൻസ് റൂൾസിനെയൊക്കെ ബേസ് ചെയ്തിട്ട് കമ്പ്യൂട്ടേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ മറ്റ് പോസ്റ്റ് ഫിക്സിലേക്കോ പ്രിഫിക്സിലേക്കോ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിന് കുറച്ചുകൂടി എളുപ്പത്തിൽ ആ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആകും. സോ അതുപോലെ തന്നെ ഇതിലെ പരാന്തസിസും ഒക്കെ ഒഴിവാക്കി കിട്ടും. അപ്പം ഈ ഒരു റൂൾസിനെ, അല്ലെങ്കിൽ നമുക്കതിനെ പ്രസിഡൻസ് റൂൾസ് എന്നാണ് പറയുന്നത്, ഓപ്പറേറ്റർ പ്രസിഡൻസ് റൂൾസ്. സോ ഓപ്പറേറ്റർ പ്രസിഡൻസ് റൂൾസ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷമുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ പ്രോസസ്സറിന് അതിന് പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ഈസി ആയിരിക്കും. സോ ആ ഒരു ഉദ്ദേശത്തിലാണ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ് ഫിക്സ് ആയിട്ടും പ്രിഫിക്സ് ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നത്. ദെൻ നമുക്ക് ഈ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യേണ്ടുന്ന ഒരു ഓർഡറിനെ കുറിച്ച് പറഞ്ഞല്ലോ. സോ അതിൽ നമുക്ക് ആദ്യം എന്തിനാണ് ബ്രാക്കറ്റ്സ് അല്ലെങ്കിൽ പരാന്തസിസ് ആണ്. നിങ്ങളുടെ ഒരു എക്സ്പ്രഷനിൽ ഒരു പരാന്തസിസ് ഉണ്ടെങ്കിൽ അതിനകത്ത് കിടക്കുന്ന എന്തൊക്കെ ഓപ്പറേഷൻസ് ആണോ, സോ അതിനാണ് ആദ്യം നമ്മൾ പെർഫോം ചെയ്യേണ്ടുന്നത്. ദെൻ അതിൽ തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, അതായത് ഒരു ബ്രാക്കറ്റിനകത്ത് തന്നെ ഇപ്പം ബി പ്ലസ് ദെൻ എഗെയിൻ ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ആദ്യം നടക്കുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക, പിന്നെ അതിനകത്തുള്ള ബ്രാക്കറ്റ്സിനകത്തുള്ള ചെയ്യുക. സോ ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അസോസിയേറ്റീവ് വരുന്നത്. ദെൻ അതിന് ശേഷം സ്റ്റാർ, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേഷൻ. സോ ഇവർക്ക് ഈ 3 ഓപ്പറേറ്റേഴ്സിനും ഒരേ പ്രസിഡൻസ് ആണ്. ദെൻ ഇനി ഒരേ പ്രസിഡൻസിലും നമുക്ക് അവരുടെ അസോസിയേറ്റിവിറ്റി കുറിച്ച് പറയണം. അസോസിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇപ്പോൾ ഇവിടെയും ഒരു സ്റ്റാർ ഓപ്പറേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഡിവിഷൻ ഓപ്പറേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അപ്പം രണ്ടിനും ഒരേ പ്രസിഡൻസ് ആണ്. അപ്പം ഞാൻ ഏതായിരിക്കും ആദ്യം പെർഫോം ചെയ്യുക, ലെഫ്റ്റിലുള്ളതായിരിക്കും ആദ്യം പെർഫോം ചെയ്യുക. സോ അതാണ് ഈ അസോസിയേറ്റിവിറ്റി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്.
സിമിലർ വേ പ്ലസിനും മൈനസിനും ഒരേ പ്രസിഡൻസ് ആണ്, അസോസിയേറ്റിവിറ്റിയും ലെഫ്റ്റ് ടു റൈറ്റ് എന്നുള്ള രീതിയിലാണ്. ദെൻ ചില ഓപ്പറേറ്റേഴ്സിന് റൈറ്റ് ടു ലെഫ്റ്റ് അസോസിയേറ്റീവ് വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത്രയും ഓപ്പറേറ്റേഴ്സൊക്കെ ഉള്ളൂ. സോ ഇത് ഓർത്ത് വെക്കുക. ബ്രാക്കറ്റ്സിൽ വരുന്നതിനെ ആദ്യം നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും, ആദ്യം പ്രോസസ്സ് ചെയ്യുക അതിനെ ആയിരിക്കും. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ആയാലും എക്സ്പ്രഷൻ കൺവേർഷൻ ആയാലും ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ആരെയാണ്? സ്റ്റാക്ക് എന്ന് പറയുന്ന ഡേറ്റ സ്ട്രക്ചറാണ്. ദെൻ അത് ഉപയോഗിക്കാനുള്ള പ്രധാന കാരണം എന്താണ്? ലിഫോ പ്രിൻസിപ്പിളിലാണ് സ്റ്റാക്ക് വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മാനറിലായിരിക്കും സ്റ്റാക്ക് വർക്ക് ചെയ്യുക. സോ അതാണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ. ദെൻ അതുപോലെ തന്നെ നെസ്റ്റഡ് ഓപ്പറേഷൻസിലും പ്രസിഡൻസ് ആൻഡ് ഓപ്പറാൻസിലും ഒക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ ബെറ്റർ ആയിട്ടുള്ളത് സ്റ്റാക്ക് ആയിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഇവാലുവേഷൻ എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫൈനൽ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈനൽ വാല്യൂവിലേക്ക് എത്തിച്ചേരുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ അതിൻ്റെ ഒരു അൽഗോരിതമാണ് നമ്മളിനി നോക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഉള്ളത് ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനാണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ കറസ്പോണ്ടിങ് വാല്യൂവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്പ്രഷൻ്റെ എൻഡിലേക്ക് ഒരു റൈറ്റ് പാരാന്തസിസിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു റൈറ്റ് പാരാന്തസിസിനെ എൻഡ് ഓഫ് ദ എക്സ്പ്രഷനിലേക്ക് കൊടുക്കുക. ദെൻ ഇനി നമ്മുടെ എക്സ്പ്രഷൻ ലെഫ്റ്റ് ടു റൈറ്റിലേക്ക് സ്കാൻ ചെയ്ത് പോവുക. ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് സ്കാൻ ചെയ്യുമ്പം അതിനകത്ത് ഓപ്പറാൻഡുകൾ ഉണ്ടാവും, ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇനി ബാക്കി നടക്കുന്നതെന്ന് നോക്കാം. സോ ഇഫ് ആൻ ഓപ്പറാൻഡ് ഒക്കേഴ്സ്, നിങ്ങൾക്ക് സ്കാൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു ഓപ്പറാൻഡ് ആണെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. അതല്ല നിങ്ങൾക്കൊരു ഓപ്പറേറ്ററാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയത് ഒരു ഓപ്പറേറ്ററാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാക്കിലിരിക്കുന്ന 2 എലമെൻറ്റ്സിനെ പോപ്പ് ചെയ്യണം. ഇപ്പോൾ സ്റ്റാക്കിൽ ഓപ്പറാൻഡുകൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവരെ എല്ലാം സ്റ്റാക്കിലേക്ക് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുമല്ലോ. സോ എനിക്ക് ആദ്യം കിട്ടിയത് 3 ആണ്, ഞാനതിനെ പുഷ് ചെയ്തു. അടുത്ത 4 കിട്ടി, അതിനെ പുഷ് ചെയ്തു. നെക്സ്റ്റ് എനിക്ക് കിട്ടിയത് 5 ആണ്, ഞാൻ 5നെ പുഷ് ചെയ്തു. ദെൻ എനിക്ക് കിട്ടിയത് അടുത്തൊരു ഓപ്പറേറ്ററാണ്. സോ ഒരു ഓപ്പറേറ്റർ, ഇപ്പോൾ പ്ലസ് എന്ന് പറഞ്ഞൊരു ഓപ്പറേറ്ററാണ് എൻകൗണ്ടർ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഇരിക്കുന്ന 2 എലമെൻറ്റ്സിനെ ഞാൻ പോപ്പ് ചെയ്യണം. സോ ആദ്യം പോപ്പ് ചെയ്യുന്ന എലമെൻറ്റിനെ ഞാൻ എന്തെന്ന് വിളിക്കും? എ എന്ന് വിളിക്കും. ഹിയർ എ ഈസ് 5. ആൻഡ് സെക്കൻഡ് പോപ്പ് ചെയ്യുന്ന എലമെൻറ്റിനെ വിളിക്കും? ബി എന്ന് വിളിക്കും. അത് ഓർക്കുക, ആദ്യം പോപ്പ് ചെയ്യുന്നതിനെ എ എന്നും സെക്കൻഡ് പോപ്പ് ചെയ്യുന്നതിന് ബി എന്ന് വിളിക്കും. കാരണം ഇവിടെ നമുക്ക് പെർഫോം ചെയ്യേണ്ട ഓപ്പറേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്, എന്നിട്ട് നമുക്ക് പെർഫോം ചെയ്യേണ്ടുള്ളത് ബി പ്ലസ് എ. ഇവിടെ തന്നെ ഞാൻ റീഡ് ചെയ്ത ഓപ്പറേറ്റർ പ്ലസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ദെൻ എന്താണോ നിങ്ങൾക്ക് എൻകൗണ്ടർ ചെയ്ത ഓപ്പറേഷൻ അത് ചെയ്യേണ്ടുന്നത് ബി ഓപ്പറേറ്റർ എ എന്നുള്ള രൂപത്തിലായിരിക്കണം. സോ ഇവാലുവേറ്റ് ബി ഓപ്പറേറ്റർ എ. ദെൻ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടിനെ തിരിച്ച് വീണ്ടും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ ഇതാണ് ഇതിന് ഇവാലുവേഷൻ്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞാൽ പുഷ് ചെയ്യുക, ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ സ്റ്റാക്ക് ടോപ്പിലിരിക്കുന്ന 2 പേരെ പോപ്പ് ചെയ്തിട്ട് അവരുടെ രണ്ടാമത് പോപ്പ് ചെയ്ത ആൾ, ദെൻ ഓപ്പറേറ്റർ ആദ്യത്തെ പോപ്പ് ചെയ്ത ആൾ എന്നുള്ള രീതിയിൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുക. ദെൻ റിസൾട്ടിനെ തിരിച്ച് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ ദെൻ ഫൈനലി നമുക്ക് സ്റ്റാക്കിൽ എന്താണോ ഉള്ളത് അതായിരിക്കും നമ്മളുടെ ഇവാലുവേറ്റഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ഈ ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എങ്ങനെയുള്ള എക്സ്പ്രഷനാണ്? നമുക്ക് ഡയറക്റ്റ് ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടില്ല. അപ്പോൾ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ഇതിനൊരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ് ഫിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഇവിടെ മാനുവലി ആണ് ചെയ്യുന്നത്, കാരണം നമ്മൾ അതിൻ്റെ അൽഗോരിതത്തിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആദ്യം ഞാൻ നോക്കി ഓരോന്നായിട്ട് സ്കാൻ ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ബ്രാക്കറ്റ് എൻകൗണ്ടർ ചെയ്തു. സോ അതിന് വേണം നമുക്ക് ആദ്യം പെർഫോം ചെയ്യാൻ. അപ്പോൾ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനെ ഞാൻ കൺവേർട്ട് ചെയ്യുകയാണ്. അപ്പം ഈ ബ്രാക്കറ്റിനകത്ത് വരുന്ന നോക്കുമ്പം 2 ഓപ്പറാൻഡ് 6ഉം 2ഉം ആണ്. അപ്പോൾ 6 2 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ആ ഒരു ടേമിനെ, ഈ ബ്രാക്കറ്റിനകത്ത് കിടന്നതിനെ ഞാൻ പോസ്റ്റ് ഫിക്സിലേക്ക് മാറ്റി. ഇനി വീണ്ടും നമ്മൾ നോക്കുക ആരാണ് ഹയസ്റ്റ് പ്രസിഡൻസ് ഉള്ളതെന്ന് നോക്കുക. ഇവിടെ സ്റ്റാർ ഉണ്ട്, പിന്നെ ഒരു മൈനസ് ഉണ്ട്, പിന്നെ ഡിവിഷനാണ്. അപ്പം ഡിവിഷനും സ്റ്റാറിനും ഒരേ
പ്രസിഡൻസ് ആണ്. അപ്പോൾ ഞാൻ ആദ്യം ലെഫ്റ്റിലുള്ളത് ചെയ്യുന്നു. സോ ഈ ഒരു ഓപ്പറേറ്ററിൻ്റെ കൺവേർട്ട് ചെയ്യുമ്പം അതിൻ്റെ ഒരു ഓപ്പറാൻഡ് എന്ന് പറയുന്നത് ഇത്രയാണ് 62 പ്ലസും ഒരു ഓപ്പറാൻഡ് എന്ന് പറയുന്നത് 5ഉം. ദെൻ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിപ്പോൾ 562 പ്ലസ് സ്റ്റാർ എന്നായി. ദെൻ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 12 ബൈ ഡിവിഷൻ. ഓക്കെ, ദെൻ ഇനി നമുക്ക് പെർഫോം ചെയ്യേണ്ടുള്ളത് ഈ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇതാണ് നമ്മളുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ. സോ നമ്മളുടെ ഇനി അൽഗോരിതത്തിലേക്ക് വരുമ്പം ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മുടെ എൻഡ് ഓഫ് ദ എക്സ്പ്രഷനിലേക്ക് ഒരു ബ്രാക്കറ്റ് ഇടുക എന്നുള്ളതാണ്, ഒരു റൈറ്റ് പാരാന്തസിസ് ഇടുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നെന്നുള്ളത് നോക്കാം. സോ ഇനിഷ്യലി നമുക്ക് സ്കാൻ ചെയ്യുമ്പം ആദ്യം സ്കാൻ ചെയ്യുന്ന സിമ്പലാണ് 5. 5നെ എന്ത് ചെയ്യുക? ഇറ്റ്സ് ആൻ ഓപ്പറാൻഡ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ദെൻ അടുത്ത് ഞാൻ സ്കാൻ ചെയ്തു, ഇറ്റ് ഈസ് ഓൾസോ ആൻ ഓപ്പറാൻഡ്, എന്ത് ചെയ്യുക? സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ദെൻ അടുത്ത് എനിക്ക് കിട്ടിയത് എത്രയാണ്? 2. അതും ഒരു ഓപ്പറാൻഡ് ആണ്, ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ അടുത്ത് ഞാൻ സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയത് ഒരു ഓപ്പറേറ്റർ ആണ്. സോ ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വേണം? 2 പേരെ പോപ്പ് ചെയ്യണം. സോ ഹിയർ ഞാൻ പോപ്പ് ചെയ്യുന്നത് എന്തിനേക്ക് ആയിരിക്കും? 2നെയും പോപ്പ് ചെയ്തു, 2 ദെൻ 6. സോ എ ഈസ് ഈക്വൽ ടു 2 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 6. നമുക്ക് പെർഫോം ചെയ്യേണ്ടുള്ളത് ബി പ്ലസ് എ ആയിരിക്കും. 6 + 2 8. സോ 8നെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ഓക്കെ, ദെൻ അടുത്ത എനിക്ക് എൻകൗണ്ടർ ചെയ്തത് ഒരു ഓപ്പറേറ്റർ ആണ്, സ്റ്റാർ. ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ എഗെയിൻ നിങ്ങൾ സ്റ്റാക്ക് ടോപ്പിൽ ഇരിക്കുന്ന 2 പേരെ പോപ്പ് ചെയ്ത് കളയുക. സോ എ ഈസ് ഈക്വൽ ടു 8, ബി ഈസ് ഈക്വൽ ടു 5, ദെൻ ബി ഇൻറ്റു എ, ദറ്റ് ഈസ് 5 ഇൻറ്റു 8 പെർഫോം ചെയ്തു. ദെൻ 14 കിട്ടി, അതിനെ തിരിച്ച് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്ത് ഞാൻ റീഡ് ചെയ്യുന്ന സിമ്പൽ ഓപ്പറാൻഡ് ആണ്, 12. സോ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. എഗെയിൻ 4 ആണ്, അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് കിട്ടിയത് ഒരു ഓപ്പറേറ്റർ ആണ്, ഡിവിഷൻ. സോ ഡിവിഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? പോപ്പ് ചെയ്തു. എ ഈസ് ഈക്വൽ ടു 4 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 12. ദെൻ ബി ബൈ എ പെർഫോം ചെയ്തു. ഇപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നമ്മൾ ആ ബി, നമുക്ക് എ ആക്ച്വലി നമ്മൾ ആ ഓർഡർ തിരിച്ചെടുത്തതിൻ്റെ കാരണം നമുക്ക് ഡിവിഷനും സബ്ട്രാക്ഷനും ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത്. കറക്റ്റായിട്ട് വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ തന്നെ ചെയ്യണം. നമുക്ക് പ്ലസിനും മൾട്ടിപ്ലിക്കേഷനും ഒന്നും ആ ഒരു പ്രശ്നം വരത്തില്ല. കാരണം അത് എന്താണ്, എ പ്ലസ് ബി എന്ന് പറഞ്ഞാലും ബി പ്ലസ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം തന്നെയാണ്. പക്ഷേ എ മൈനസ് ബിയും ബി മൈനസ് എയും സെയിം അല്ല. ഓക്കെ, അപ്പോൾ സോ നമുക്ക് കിട്ടിയ റിസൾട്ടിനെ തിരിച്ച് പുഷ് ബാക്ക് ചെയ്തു, 3നെ പുഷ് ചെയ്തു. ദെൻ എഗെയിൻ നമുക്ക് റീഡ് ചെയ്ത സിമ്പൽ മൈനസ് ആണ്. സോ 2 പേരെ പോപ്പ് ചെയ്തു, അതിൻ്റെ ബി മൈനസ് എ പെർഫോം ചെയ്തു. കിട്ടിയ റിസൾട്ടാണ് 37. അതിനെ നമ്മൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. സോ ഇപ്പോൾ സ്റ്റാക്ക് ടോപ്പിൽ ഇരിക്കുന്ന വാല്യൂ എന്താണോ അതാണ് നമ്മളുടെ ഇവാലുവേറ്റഡ് റിസൾട്ട്. സോ ഈ ഒരു എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ആണ് 37. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻ ഇവാലുവേഷൻ ചെയ്യുന്നത്. ഒരു പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള അൽഗോരിതവും അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നിങ്ങൾ കണ്ടത്. ദെൻ ഇനി അടുത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു ഇൻഫിക്സ് എക്സ്പ്രഷനെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ആക്കി മാറ്റുന്നത്. സോ അത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ്. നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറയാം. അപ്പം ഇൻഫിക്സ് എക്സ്പ്രഷൻ ഉണ്ട്, അതിന് ലെഫ്റ്റ് റൈറ്റ് നമ്മൾ സ്കാൻ ചെയ്ത് പോവുക. സോ അതിൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ടാവും, ഓപ്പറാൻഡ്സ് ഉണ്ടാവും, പാരാന്തസിസ് ഉണ്ടാവും. ദെൻ ഇനി ഓരോന്ന് വരുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ നിങ്ങൾക്ക് കിട്ടി, നിങ്ങൾ സ്കാൻ ചെയ്തപ്പോൾ കിട്ടിയത് ഒരു ഓപ്പറാൻഡ് ആണെങ്കിൽ അതിനെ നമ്മളുടെ റിസൾട്ടൻ്റ് പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലേക്ക് കൊടുക്കുക. ദെൻ അതല്ല, നിങ്ങൾക്ക് കിട്ടിയത് ഒരു ലെഫ്റ്റ് പാരാന്തസിസ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ ഇത് രണ്ടും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓപ്പറാൻഡ് ആണെങ്കിൽ റിസൾട്ടിലേക്ക് കൊടുക്കുക, ഇനി ലെഫ്റ്റ് പാരാന്തസിസ് ആണെങ്കിൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. ദെൻ ഇനി നിങ്ങൾക്ക് കിട്ടിയത് ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ, അപ്പോൾ നമുക്ക് പ്രശ്നം വരുന്ന എവിടെയാണ്, നിങ്ങൾക്ക് കിട്ടിയത് ഒരു ഓപ്പറേറ്റർ ആണെങ്കിൽ ഇപ്പോൾ സ്റ്റാക്കിൽ ഈ ഓപ്പറേറ്ററിനേക്കാളും ഈ ഹയർ അല്ലെങ്കിൽ ഈക്വൽ പ്രസിഡൻസ് ഉള്ള, അതായത് ഇപ്പോൾ നിങ്ങൾ റീഡ് ചെയ്തതിനേക്കാളും ഹയർ പ്രസിഡൻസ് ഉള്ളവരോ ഈക്വൽ പ്രസിഡൻസ് ഉള്ളവരോ ആരെങ്കിലും സ്റ്റാക്കിൽ ഇരിപ്പുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം? പോപ്പ് ചെയ്യണം. എന്നിട്ട് ഔട്ട്പുട്ട് എക്സ്പ്രഷനിലേക്ക് കൊടുക്കുകയും ഇപ്പോൾ കിട്ടിയതിനെ ഇതിലേക്ക് പുഷ് ചെയ്യുകയും ചെയ്യണം. സോ ഇപ്പോൾ നമ്മുടെ സ്റ്റാക്കിൽ ഇരിക്കുന്നത് പ്ലസ്, മൈനസ്, ദെൻ
സ്റ്റാർ. ഇപ്പം ഞാൻ എഗെയിൻ റീഡ് ചെയ്തത് ഒരു മൈനസ് ആണെന്ന് വിചാരിക്കുക. സോ ഇപ്പം കിട്ടിയത് മൈനസ് അല്ലേ, നമ്മൾ സ്റ്റാക്ക് ടോപ്പിലുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തൊക്കെ ഇതിനേക്കാളും പ്രസിഡൻസ് കൂടുതൽ ആളാണ് സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിൾ. സോ സ്റ്റാറിന് എന്ത് ചെയ്യണം, നമുക്ക് പോപ്പ് ചെയ്യണം. സ്റ്റാറിനെ പോപ്പ് ചെയ്തിട്ട് റിസൾട്ടിലോട്ട് കൊടുക്കുക. എഗെയിൻ സ്റ്റാക്ക് ടോപ്പിലിരിക്കുന്ന ആൾ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക. സോ ഈക്വൽ പ്രസിഡൻസ്. എഗെയിൻ എന്ത് ചെയ്യണം, അതിനെ പോപ്പ് ചെയ്ത് റിസൾട്ടിലേക്ക് കൊടുക്കുക. ദെൻ എഗെയിൻ സ്റ്റാക്ക് ടോപ്പിലിരിക്കുന്ന ആളുമായിട്ട് കമ്പയർ ചെയ്യുന്നു, പ്ലസ് ആണ്, സെയിം പ്രസിഡൻസ് ആണ്. സോ എന്ത് ചെയ്യണം, അതിനെ പോപ്പ് ചെയ്യണം. സോ അപ്പോൾ ഇതിനേക്കാളും പ്രസിഡൻസ് കൂടിയ ഒരാളാണ് സ്റ്റാക്കിൽ ഇരിക്കുന്നത്, ഈക്വലോ അല്ലെങ്കിൽ കൂടുതലോ ഉള്ള പ്രസിഡൻസ് ഉള്ളവരാണ് സ്റ്റാക്കിൽ ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക, പോപ്പ് ചെയ്യുക. അതല്ല ഇതിനേക്കാളും പ്രസിഡൻസ് കുറഞ്ഞ ആളാണ് സ്റ്റാക്കിൽ ഇരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ എനിക്ക് സ്റ്റാർ ആണ് ഞാൻ റീഡ് ചെയ്തപ്പോൾ കിട്ടിയ സിമ്പൽ, പക്ഷേ സ്റ്റാക്കിലിരിക്കുന്ന എന്താണ്, ഒരു മൈനസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, പ്രശ്നമില്ല, ഇതിനെ എന്ത് ചെയ്യാം, പുഷ് ചെയ്യാം. ഇപ്പോൾ കിട്ടിയ ഓപ്പറേറ്ററിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യാം. അതല്ല നമ്മൾ ഇതിപ്പോൾ റീഡ് ചെയ്തതിനേക്കാളും പ്രസിഡൻസ് കൂടിയവരോ ഈക്വൽ ആയിട്ടുള്ളവരാണെങ്കിൽ അവരെ എല്ലാവരെയും പോപ്പ് ചെയ്ത് റിസൾട്ടിലേക്ക് കൊടുക്കുക. ഇപ്പോൾ റീഡ് ചെയ്ത ആളെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. സോ ഇതാണ് നമുക്ക് ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ. ദെൻ അതല്ല നിങ്ങൾക്ക് കിട്ടിയ ഒരു റൈറ്റ് പരാന്തസിസ് ആണ് കിട്ടിയതെങ്കിൽ, റൈറ്റ് പരാന്തസിസ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാക്കിൽ ഇതിന് ഇതിന് ഈ ഒരു റൈറ്റ് പരാന്തസിന് മുന്നേ നമുക്ക് എന്ത് വന്നിട്ടുണ്ടാവും, ഒരു ലെഫ്റ്റ് പരാന്തസിസ് വരുമ്പോൾ നമ്മൾ സ്റ്റാക്കിൽ അത് പുഷ് ചെയ്തിട്ടുണ്ടാവും. സോ ലെഫ്റ്റ് പരാന്തസിസ് പുഷ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിനുശേഷം നമ്മൾ ഓപ്പറേറ്റേഴ്സിനെയൊക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ പല തവണയായിട്ട്. ഓക്കെ, അപ്പോൾ ഒരു റൈറ്റ് പരാന്തസിസ് വന്നു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് പരാന്തസിസ് വരെ എന്ത് ചെയ്യണം, സ്റ്റാക്കിലിരിക്കുന്ന എല്ലാവരെയും പോപ്പ് ചെയ്യണം, റിസൾട്ടിലേക്ക് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ദെൻ ഈ ലെഫ്റ്റ് പരാന്തസിന് പോപ്പ് ചെയ്യണം, പക്ഷെ നമ്മൾ അതിനെ റിസൾട്ടിലേക്ക് കൊടുക്കത്തില്ല. കാരണം നമ്മുടെ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷനിലോ അല്ലെങ്കിൽ പ്രിഫിക്സ് എക്സ്പ്രഷനിലോ എന്തില്ല, പരാന്തസിസ് ഇല്ല. ഓക്കെ, ദെൻ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മളുടെ എല്ലാത്തിനെയും നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മളുടെ ഇൻഫിക്സ് എക്സ്പ്രഷനിലുള്ള എല്ലാം നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനി എന്താ ചെയ്യുക, സ്റ്റാക്കിൽ ഇനിയും എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടി പോപ്പ് ചെയ്യുക, ഔട്ട്പുട്ട് സ്ട്രിങ്ങിലേക്ക് അപ്പൻഡ് ചെയ്യുക. ദെൻ ഇപ്പോൾ കിട്ടുന്നതാണ് നിങ്ങൾക്ക് കറസ്പോണ്ടിങ് പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ എ സ്റ്റാർ ബി പ്ലസ് സി മൈനസ് ഡി ബൈ ഇ എന്ന് പറയുന്നതാണ് എൻ്റെ ഇൻഫിക്സ് എക്സ്പ്രഷൻ. സോ ഇനീഷ്യലി സ്റ്റാക്ക് എം ടി ആണ്, നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷനേ ഉള്ളൂ. സോ ഓരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സ്കാൻ ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ ആദ്യം ഞാൻ സ്കാൻ ചെയ്യുന്നത് എ ആണ്. ഇറ്റ് ഇസ് ആൻ ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, പോസ്റ്റ് ഫിക്സ് നൊട്ടേഷനിലേക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത എന്താണ്, സ്റ്റാർ എന്ന് പറയുന്ന ഓപ്പറേറ്ററാണ്. ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിലേക്ക് നിങ്ങൾ നോക്കുക, ഇതിനേക്കാളും പ്രസിഡൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടോ നോക്കുക, ആരും ഇല്ല. സോ എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് അതിനെ പുഷ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റാർ വന്നു, അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ പുഷ് ചെയ്തു. ദെൻ അടുത്ത് നമുക്ക് എൻകൗണ്ടർ ചെയ്യുന്നത് ഒരു ലെഫ്റ്റ് പരാന്തസ് ആണ്. ലെഫ്റ്റ് പരാന്തസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യണം. സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ദെൻ അഗെയിൻ നമുക്ക് കിട്ടിയ എന്താണ്, ബി ഈസ് ആൻ ഓപ്പറാൻഡ്. സോ ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ടിലേക്ക് ആഡ് ചെയ്തു. ദെൻ അടുത്ത് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്ന ആരാണ്, പ്ലസ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്ററാണ്. സോ പ്ലസ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ വന്നപ്പോൾ നമ്മൾ നോക്കുക, സ്റ്റാക്കിൽ ഇരിക്കുന്ന ഈ പ്ലസിനേക്കാളും ഇതിനേക്കാളും ആരെങ്കിലും ഉണ്ടോ, ഹയർ പ്രസിഡൻസ് ഉള്ളവരുണ്ടോ നോക്കുക. ഇല്ല, നമുക്ക് ലെഫ്റ്റ് പരാന്തസിൻ്റെ പ്രസിഡൻസി ഇതിനേക്കാളും കുറവാണ്. സോ എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് അതിനെ പുഷ് ചെയ്യുക. സോ പ്ലസിനെ നമ്മൾ പുഷ് ചെയ്തു. ദെൻ അടുത്ത നമുക്ക് എന്താണ് വരുന്നത്, ഒരു ഓപ്പറാൻഡ് ആണ് വരുന്നത്. സോ ഓപ്പറാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ റിസൾട്ടിലേക്ക് കൊടുക്കുക. സോ റിസൾട്ടിലേക്ക് കൊടുത്തു. അടുത്ത എന്താണ് നമുക്ക് കിട്ടിയത്, ഒരു ബ്രാക്കറ്റ് ആണ്, അതായത് റൈറ്റ് പരാന്തസിസ് ആണ്. റൈറ്റ് പരാന്തസിസ് വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിൽ ലെഫ്റ്റ് പരാന്തസിസ് വരെ എന്തൊക്കെയുണ്ടോ അതിനെ പോപ്പ് ചെയ്ത് റിസൾട്ടിലേക്ക് കൊടുക്കുക. സോ ഇപ്പോൾ നമുക്ക് പോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന എന്താണ്, പ്ലസ്, അതിനെ റിസൾട്ടിലേക്ക് കൊടുത്തു. അടുത്ത പോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത് റൈറ്റ് പരാന്തസിസ് ആണ്. സോ അതിനെ നമ്മൾ റിസൾട്ടിലേക്ക് കൊടുക്കത്തില്ല, ജസ്റ്റ് പോപ്പ് ഔട്ട് ചെയ്തതേ ഉള്ളൂ. ദെൻ ഓക്കെ, അടുത്ത നമ്മൾ റീഡ് ചെയ്യുന്ന സിമ്പൽ എന്ന് പറയുന്നത് ഒരു മൈനസ് ഓപ്പറേറ്റർ ആണ്. സോ മൈനസ് ഓപ്പറേറ്റർ നോക്കുക, അപ്പോൾ നമുക്ക് സ്റ്റാക്കിൽ മൈനസിനേക്കാളും പ്രസിഡൻസ് കൂടിയ ആളാണ് സ്റ്റാക്കിൽ ഇരിക്കുന്നത്. സോ എന്ത് ചെയ്യണം, ഇപ്പോൾ സ്റ്റാക്കിലുള്ള ആളെ പോപ്പ് ചെയ്യുക, ദെൻ റിസൾട്ടിലേക്ക് കൊടുക്കുക. ദെൻ ഇനി സ്റ്റാക്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ, ഇല്ല. സോ എന്ത് ചെയ്യുക, മൈനസിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു.
എഗെയിൻ ഡി ആണ്. ഡി എന്ന് പറയുന്നത് ഒരു ഓപ്പറാൻഡ് ആണ്. ഓപ്പറാൻഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, റിസൾട്ടിലേക്ക് കൊടുക്കുന്നു. അടുത്തതായിട്ട് ഞാൻ റീഡ് ചെയ്യുന്ന സിമ്പൽ എന്താണ്, ഡിവിഷൻ ഓപ്പറേറ്റർ ആണ്. സോ അതിന് നമുക്ക് സ്റ്റാക്ക് ടോപ്പിൽ ഇരിക്കുന്ന ആളുമായിട്ട് കമ്പയർ ചെയ്യുക. ഡിവിഷനേക്കാളും പ്രസിഡൻസ് കുറഞ്ഞ ആളാണ് ഇരിക്കുന്നത്. സോ അതിനെ എന്ത് ചെയ്യുക, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ദെൻ അടുത്തത് ഒരു ഓപ്പറാൻഡ് ആണ്. ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞാൽ റിസൾട്ടിലേക്ക് കൊടുക്കുക. ദെൻ നമ്മുടെ ഇൻഫിക്സ് എക്സ്പ്രഷൻ ഇവിടെ കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇനിയും സ്റ്റാക്കിൽ സിമ്പിൾസ് ഉണ്ടെങ്കിൽ അവരെ ഓരോരുത്തരെയായിട്ട് പോപ്പ് ചെയ്യുക, റിസൾട്ടിലേക്ക് കൊടുക്കുക. സോ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ പോസ്റ്റ് ഫിക്സ് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ എക്സ്പ്രഷൻ കൺവേർഷൻ നടക്കുന്നത്. ഞാൻ മറ്റൊരു എക്സാമ്പിളോട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. സോ അപ്പോൾ ഈ തന്നിരിക്കുന്ന നമുക്കൊരു ഇൻഫിക്സ് എക്സ്പ്രഷനാണ്. ഓരോ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്കാൻ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഞാൻ എ ആണ് റീഡ് ചെയ്യുന്നത്. ഇവിടെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാക്കറ്റ്സിനെ ഇട്ടിട്ടുണ്ട്, ഒരു ലെഫ്റ്റ് പരാന്തസിനെ ഇട്ടിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാക്കിൽ എല്ലാ ചില ടെക്സ്റ്റ് ബുക്കുകളിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൽഗോരിതത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ എക്സ്പ്രഷൻ്റെ ഏറ്റവും ആദ്യം ഒരു ലെഫ്റ്റ് പരാന്തസ് കൊടുക്കുക എന്നുള്ളതാണ്. സോ ഈ ഒരു ലെഫ്റ്റ് പരാന്തസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ എന്താ സാധാരണ ചെയ്യുക, ലെഫ്റ്റ് പരാന്തസ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ അത് പുഷ് ചെയ്യുന്നതിന് പ്രധാന കാരണം, അപ്പോൾ നമുക്ക് എല്ലാ എക്സ്പ്രഷൻസും ടോക്കൺസ് എല്ലാം റീഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പോപ്പ് ചെയ്യുമ്പോൾ ആ ലെഫ്റ്റ് പരാന്തസ് വരെ ഉള്ളതിനെ എല്ലാവരെയും പോപ്പ് ചെയ്ത് റിസൾട്ടിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ്. സോ പല ടെക്സ്റ്റിലും ചിലതിൽ അൽഗോരിതംസിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതും കൂടി ചിലതിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു എക്സാമ്പിൾ ആഡ് ചെയ്തത്. സോ ആദ്യം നമ്മൾ ലെഫ്റ്റ് പരാന്തസ് വന്നു, അതിനെ ഞാൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. ദെൻ അടുത്തത് ഓപ്പറാൻഡ് ആണ്. ഓപ്പറാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എക്സ്പ്രഷനിലേക്ക് കൊടുക്കുക. ദെൻ പ്ലസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാക്കിലേക്ക് നോക്കണം. അവിടെ വേറെ ആരുമില്ല, ഇപ്പോൾ ലെഫ്റ്റ് പരാന്തസ് മാത്രമേ ഉള്ളൂ. ഇതിനേക്കാളും പ്രസിഡൻസ് കുറവാണ്. സോ പ്രസിഡൻസ് കുറവ് ഇൻ ദ സെൻസ് നമുക്ക് പരാന്തസ് ഇവിടെ പ്രസിഡൻസ് നോക്കത്തില്ല. ഓപ്പറേറ്റേഴ്സുമായിട്ട് മറ്റു ഓപ്പറേറ്റേഴ്സ് മാത്രമായിട്ടേ നമ്മൾ എന്ത് നോക്കുള്ളൂ, പ്രസിഡൻസ് നോക്കത്തുള്ളൂ. സോ പ്ലസ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലസിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. ദെൻ എഗെയിൻ ലെഫ്റ്റ് പരാന്തസ് ആണ് വന്നത്, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. അടുത്ത് ഇറ്റ്സ് എൻ ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, റിസൾട്ടിലേക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. ദെൻ എഗെയിൻ വന്നത് നമുക്ക് മറ്റൊരു ഓപ്പറേറ്ററാണ് സ്റ്റാർ കിട്ടിക്കഴിയുമ്പോൾ സ്റ്റാക്കിലേക്ക് നോക്കുക. സ്റ്റാക്കിലിപ്പം ഒരു പരാന്തസ് ആണുള്ളത്. സോ സ്റ്റാറിനെ ഞാൻ അവിടേക്ക് പുഷ് ചെയ്തു. നെക്സ്റ്റ് ഈസ് എൻ ഓപ്പറാൻഡ് വന്നു കഴിയുമ്പോൾ റിസൾട്ടിലേക്ക് കൊടുക്കുക. ദെൻ അടുത്ത എനിക്ക് കിട്ടിയത് മൈനസ് ഓപ്പറേറ്റർ ആണ്. മൈനസ് ഓപ്പറേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റാക്കിലേക്ക് നോക്കുക. സ്റ്റാക്ക് ടോപ്പിൽ ആരാണ് ഇരിക്കുന്നത്, മൈനസിനേക്കാളും പ്രസിഡൻസ് കൂടിയ ഒരാളാണ്. സോ അയാളെ പോപ്പ് ചെയ്ത് നമ്മൾ റിസൾട്ടിലേക്ക് കൊടുക്കുക. ദെൻ പിന്നെ ഉള്ളത് ഇതിനേക്കാളും പ്രസിഡൻസ് കുറഞ്ഞതായതുകൊണ്ട് ഞാൻ മൈനസിനെ എന്ത് ചെയ്തു, സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. എഗെയിൻ ലെഫ്റ്റ് പരാന്തസ് വന്നു കഴിഞ്ഞാൽ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുക. അടുത്തത് ഡി എന്ന് പറയുന്ന ഓപ്പറാൻഡ് ആണ്. ഓപ്പറാൻഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, റിസൾട്ടിലേക്ക് കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നമുക്കൊരു ഡിവിഷൻ ഓപ്പറേറ്റർ ആണ് വന്നത്. ഡിവിഷൻ ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞു, സ്റ്റാക്കിൽ നോക്കുക, ഇതിന് പ്രസിഡൻസ് ഉള്ളവരാരും ഇല്ല. സോ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു. അടുത്തത് ഓപ്പറാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ ഔട്ട്പുട്ട് എക്സ്പ്രഷനിലേക്ക് കൊടുക്കുക. ദെൻ അടുത്തൊരു ഷിഫ്റ്റ് ഓപ്പറേറ്റർ ഉണ്ട്. ഈ ഷിഫ്റ്റ് ഓപ്പറേറ്ററിനും എന്ത് തന്നെയാണ്, സെയിം പ്രസിഡൻസ് ടു ദാറ്റ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്. സോ ഷിഫ്റ്റ് ഓപ്പറേറ്റർ വന്നു, നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഷിഫ്റ്റ് ഓപ്പറേറ്ററിന് ഡിവിഷനേക്കാളും പ്രസിഡൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഷിഫ്റ്റിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തത്. ഓക്കെ, ഇതിനടുത്തത് എഫ് എന്ന് പറയുന്ന ഒരു ഓപ്പറാൻഡ് വന്നു, നമ്മൾ അതിനെ റിസൾട്ടിലേക്ക് കൊടുത്തു. എഗെയിൻ നമുക്ക് നെക്സ്റ്റ് കിട്ടിയത് റൈറ്റ് പരാന്തസിസ് ആണ്. സോ ഒരു റൈറ്റ് പരാന്തസിസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാക്കിലുള്ള ഓരോരുത്തരെയായിട്ട് പോപ്പ് ചെയ്യണം. എവിടെ വരെ, ഒരു ലെഫ്റ്റ് പരാന്തസിസ് ഒക്കർ ചെയ്യുന്നത് വരെ. അപ്പോൾ റൈറ്റ് പരാന്തസിസ് വന്നപ്പോൾ നമ്മൾ സ്റ്റാക്ക് ടോപ്പിൽ ഇരിക്കുന്ന ആളെ പോപ്പ് ചെയ്യുന്നു, റിസൾട്ടിലേക്ക് കൊടുക്കുന്നു. ദെൻ അടുത്ത ആളെ പോപ്പ് ചെയ്യുന്നു, റിസൾട്ടിലേക്ക് കൊടുക്കുന്നു. ദെൻ അടുത്ത ആളെ പോപ്പ് ചെയ്യുമ്പം ഇറ്റ്സ് എ ലെഫ്റ്റ് പരാന്തസിസ്. സോ അവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം, അതിനെ റിസൾട്ടിലേക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അടുത്ത ഞാൻ റീഡ് ചെയ്യുന്നത് എന്താണ്, സ്റ്റാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ആണ്. സോ ഓപ്പറേറ്റർ റീഡ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റാക്ക് ടോപ്പിലേക്ക് നോക്കുക. സ്റ്റാക്ക് ടോപ്പിൽ എന്താണ് ഇരിക്കുന്നത്, മൈനസ് ഓപ്പറേറ്റർ ആണ്. ഇതിനേക്കാളും പ്രസിഡൻസ് കുറവാണ്. അതുകൊണ്ട് സ്റ്റാറിനെ ഞാൻ എഗെയിൻ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്തു.
നെക്സ്റ്റ് ഈസ് ആൻ ഓപ്പറാൻഡ്. ഓപ്പറാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? റിസൾട്ടിലേക്ക് കൊടുക്കുക. അടുത്ത് നമുക്ക് കിട്ടിയത് ക്ലോസിംഗ് പാരാന്തസിസ് ആണ്. ക്ലോസിംഗ് പാരാന്തസിസ് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടുള്ളത്? ഒരു ലെഫ്റ്റ് പാരാന്തസിസ് വരെ സ്റ്റാക്കിൽ ഇരിക്കുന്ന ഓരോരുത്തരെയായിട്ട് പോപ്പ് ചെയ്ത് റിസൾട്ടിലേക്ക് കൊടുക്കുക. സോ സ്റ്റാറും മൈനസും ഞാൻ പോപ്പ് ചെയ്ത് റിസൾട്ടിലേക്ക് കൊടുത്തു. അഗെയിൻ അടുത്ത എനിക്ക് വരുന്നത് എന്താണ്? ഒരു സ്റ്റാർ ഓപ്പറേറ്റർ ആണ്. ദെൻ സ്റ്റാക്കിലേക്ക് നോക്കുക, അവിടെ ഇരിക്കുന്നത് പ്ലസ് ആണ്. സോ ഇതിനേക്കാളും പ്രസിഡൻസ് കുറവാണ്. അതുകൊണ്ട് ഞാൻ സ്റ്റാറിനെ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്തത്. ദെൻ അടുത്തത് എച്ച് ഓപ്പറാൻഡ് ആണ്, റിസൾട്ടിലേക്ക് കൊടുക്കുക. ദെൻ അടുത്തത് ഒരു ക്ലോസിംഗ് ബ്രേസ് ആണ്. ക്ലോസിംഗ് ബ്രേസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ലെഫ്റ്റ് പാരാന്തസിസ് വരേക്കും നമ്മൾ സ്റ്റാക്കിൽ ഇരിക്കുന്നവരെ ഓരോരുത്തരെയായിട്ട് പോപ്പ് ചെയ്ത് റിസൾട്ടിലേക്ക് കൊടുക്കുക. സോ ഈ രീതിയിലാണ് നമ്മളുടെ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.